കേരളത്തിലെ അഭ്യാസ പ്രകടനങ്ങൾക്ക് ശേഷം ഞാൻ അവതരിപ്പിക്കുന്നു ചെന്നൈയിൽ 2 ദിവസങ്ങൾ. കോഴിക്കോട് നിന്ന് ഞാനും എൻ്റെ ഫ്രണ്ട് അഫ്താബും മാത്രമാണ് ഉണ്ടായിരുന്നത്. ബാക്കി എല്ലാവരും വേറെ റൂട്ടിൽ വരാനിരിക്കുന്നതേ ഉള്ളൂ. വൈകുന്നേരം ഒരു 4:20 കൂടി ഇവിടുന്ന് കയറിയിട്ട് പുലർച്ചെ നമ്മളൊരു 6:30 ആയപ്പോൾ സെൻട്രൽ പിടിച്ചു. വെട്ടം വന്നു തുടങ്ങുന്നതേ ഉള്ളായിരുന്നു. ഞങ്ങൾ ചെന്ന സമയത്ത് കിടിലൻ ക്ലൈമറ്റ് ആയിരുന്നു. ചെറിയ പൊടിമഴ പെയ്യുന്നുണ്ടായിരുന്നു, നല്ല തണുത്ത കാറ്റും, പോരാത്തതിന് സ്ട്രീറ്റ് ലൈറ്റിന്റെ മഞ്ഞവെട്ടം മാത്രം. ഒരു ചായയും കൂടി ഇല്ലാതെ ഈ ക്ലൈമറ്റ് വിട്ടുകളയാൻ പറ്റുമോ? അപ്പൂപ്പനും ഞാനും മാച്ചിങ്. ഇവിടുന്ന് ഇനി ഒരു ലോക്കൽ ട്രെയിൻ പിടിച്ച് വേലച്ചേരി ഇറങ്ങണം. പക്ഷെ ഞാൻ വായിച്ചത് വളാഞ്ചേരി എന്നായിരുന്നു. മിക്കവാറും 2 എണ്ണം കൂടെ വളാഞ്ചേരി ചെന്ന് ഇറങ്ങിക്കൊടുത്താനേ. ട്രെയിൻ വന്നപ്പോൾ ബാക്കി എല്ലാവരും ആ സൈഡിലോട്ട്, ഞാനിവന് മാത്രം ഇപ്പുറത്തെ സൈഡിലോട്ടും തിരിഞ്ഞിരിക്കുന്നു. പിന്നെ ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങൾ അങ്ങോട്ട് തന്നെയാണ് പോകേണ്ടതെന്ന്. പിന്നെ ഓടിച്ചാടി എങ്ങനെയൊക്കെ ട്രെയിൻ പിടിച്ച് പോകുന്ന വഴിക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ കളർഫുൾ ആയിട്ടുള്ള വീടുകളാണ്. നേരിട്ട് കാണുന്നതിൻ്റെ ഒരു 5% പോലും ഈ വീഡിയോയിൽ അതിന്റെ ഭംഗിയില്ല കേട്ടോ. ട്രെയിനിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഞങ്ങളെ കൊണ്ടുപോകാനായിട്ട് ഗോവിന്ദ് വന്നിട്ടുണ്ടായിരുന്നു. കേരളത്തിൽ നിന്ന് ഇനിയൊരു വലിയ പട വരാനുണ്ട്. ബാക്കി വിശേഷം ഞാൻ അവർ വന്നിട്ട് പറയാം. ടാറ്റാ.